ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അനാമികയും രേവതിയും കൂടെ മുത്തശ്ശനോട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാലിൽ വിഷം കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് വല്ലാത്തൊരു സംശയം തന്നെയാണ്. അത് കേട്ടതും ആരും പാലാണോ മറ്റേതാണോന്നൊന്നും അറിയാതെ ഒരാളെ ഇവിടെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകൾ വേണ്ട. ദേവയാനിക്ക് പാല് കുടിച്ചതിലാണോ പ്രശ്നം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നറിയാതെ ഇങ്ങനെ ആരെയും പഴി തരണ്ട, മനസ്സിലായല്ലോ? അത് കേട്ടതും നമ്മുടെ അനാമിക എന്തായാലും ഇവിടെ വെച്ച് വിളമ്പുന്നവൾ തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നവ്യ അതൊന്നും പറയണ്ട, അവളുടെ മേലെ പഴിചാരാൻ നോക്കുന്നവരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. നവ്യേ, നിന്നോടല്ലേ പറഞ്ഞത് കാര്യം അറിയാതെ ആരെയും പരസ്പരം പഴിചാരണ്ടെന്ന്? അങ്ങനെയുള്ളപ്പോൾ എന്തിനാ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്? സോറി മുത്തശ്ശ എന്നും നവ്യ. ഈ സമയം നമ്മുടെ ആദർശ് വരിക. ആദർശ് വന്നതും മോൻ വന്നല്ലോ. മോനെ ആദർശേ, എന്താ അവിടെ സംഭവിച്ചത്? എന്താണെങ്കിലും മോൻ മുത്തശ്ശനോട് പറ. അത് പിന്നെ മുത്തശ്ശ, അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാൽ അവർ പറയാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ എൻ്റെ വിശ്വാസം നീ എന്നോട് മറച്ചു വയ്ക്കാതെ എല്ലാം പറയുന്ന, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറ, എന്താ സംഭവിച്ചത്? ദേവേനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് പിന്നെ അമ്മ ഇപ്പം ICUല മുത്തശ്ശ. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. ICUലോ? എന്താ സംഭവിച്ചേടാ? എന്താ പ്രശ്നം? അമ്മ ഇന്നലെ രാത്രി കുടിച്ച പാലിൽ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഈശ്വര, കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? എൻ്റെ ദൈവമേ, ഇക്കണക്കിന് പോയ എൻ്റെ സാറേ, ഈ വീട്ടിൽ എൻ്റെ മോളെ എങ്ങനെ ഞാൻ വിശ്വസിച്ച് നിർത്തും? എൻ്റെ മോൾക്കും ഈ ഗതി ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു? അത്രയ്ക്ക് വിശ്വാസക്കുറവാണെങ്കിൽ പേടിച്ചു വിറച്ച് ഈ വീട്ടിൽ ആരുടെയും മകളെ നിർത്തണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറക്കിക്കൊണ്ട് പോവാം, അനിയുടെ അനുവാദത്തോടെ തന്നെ. അത് കേട്ടതും അനാമിക ഞെട്ടി. ഈശ്വര, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചൊന്നും നടക്കില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ രേവതിക്കും അനാമികയ്ക്കും മറുപടിയില്ല. ഈ സമയം അനാമിക, സോറി മുത്തശ്ശ, അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ഞാൻ അങ്ങനെ എങ്ങോട്ടും പോകുന്നില്ല, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ. അങ്ങനെ വിചാരിച്ച് നിനക്ക് കൊള്ളാം എന്നും പറയുമ്പോഴേക്കും നമ്മുടെ അനാമിക അങ്ങോട്ട് പോവുക. അപ്പോൾ രേവതിയും പിന്നാലെ പോയി. ഈ സമയം മോനെ, എന്തായാലും ദേവയാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. ആപത്തുകളൊന്നും വരാതിരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ആദർശം ആകെ ദേഷ്യപ്പെടുക. കാരണം ഇത്രയും നാളും നയന വെച്ച് വിളമ്പിയ ഭക്ഷണത്തിലൊന്നും ആർക്കും വിഷം കലർത്തി കൊടുത്തിട്ടില്ല, സ്നേഹം മാത്രമേ നയന കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനി അവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിൻ്റെ വലിയമ്മയാണ് ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത്. നിൻ്റെ വലിയമ്മ സ്നേഹിക്കുന്നത് സ്വന്തം മോനെ പോലെയാണ്. എന്നിട്ടും നിനക്കൊരു കൂസലും ഇല്ലല്ലോ. ആര് പറഞ്ഞു എനിക്ക് കൂസലില്ലാന്ന്? ഞാൻ പോവുക എൻ്റെ വലിയമ്മയെ കാണാൻ. എന്നിട്ട് എന്താടാ നീ എങ്ങനെയൊക്കെ ഇതായിട്ട് നടക്കുന്നേടാ? അത് തെറ്റ് ചെയ്ത ആളെയാടാ ആദ്യം ശിക്ഷിക്കേണ്ടത്, അല്ലാതെ നിന്റെ വലിയമ്മയെ പോയി കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതിന് ആര് തെറ്റ് ചെയ്തു നീ പറയുന്നേ? നിന്റെ ഏട്ടത്തി എന്ന് പറയുന്നവളല്ലേ എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്? അവൾ തന്നെയാണ് പാലുണ്ടാക്കിയതും. എനിക്ക് തോന്നുന്നത് ആ പാലിൽ അവൾ എന്തോ കലക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതാണ് നിന്റെ വലിയമ്മ എടുത്ത് കുടിച്ചത്. അത് കേട്ടതും അതിനെ എൻ്റെ ഏട്ടത്തി പാലുണ്ടാക്കിയത് വലിയമ്മയ്ക്ക് വേണ്ടിയല്ല, നവ്യടത്തിക്ക് വേണ്ടിയാ. അതുകൊണ്ട് എൻ്റെ ഏടത്തി അങ്ങനെയൊന്നും ചെയ്യത്തുമില്ല. അത് മാത്രമല്ല, നവ്യടത്തിക്കാണെങ്കിലും ഈ വീട്ടിൽ ആർക്ക് പാലുണ്ടാക്കിയാലും നിനക്ക് പോലും എൻ്റെ ഏട്ടത്തി വിഷം കലക്കി തരില്ല. അങ്ങനെയുള്ളപ്പോൾ ഏട്ടത്തിയെ സംശയിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തുമില്ല അനാമിക. ഈ വീട്ടിലെ ആണുങ്ങളുടെ പിരിയൊക്കെ പോയിരിക്കുക. പിരി പോയിട്ടുണ്ട്. ഇവിടെയുള്ളവരുടെ അല്ല, വേണു എന്ന് പറഞ്ഞൊരാളുടെ. അയാൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഓഹോ, നിനക്ക് നിൻ്റെ അച്ഛനെ പറഞ്ഞപ്പോൾ പിടിച്ചില്ലല്ലേ? അതെ, എനിക്ക് എൻ്റെ അച്ഛനെ മാത്രമല്ല ഈ വീട്ടിലെ ആണുങ്ങളെ പറഞ്ഞാലും എനിക്ക് പിടിക്കില്ല. കാരണം ഇവിടെയുള്ളവരൊക്കെ നല്ല ബോധമുള്ളവർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ദേഷ്യപ്പെടുക. ഇവൻ എന്ത് പറഞ്ഞാലും അവരെ ന്യായീകരിക്കുക ആ നയനയെ ഏത് നേരവും. ഇനി നീ വിഷം കലർത്തിയാലും എൻ്റെ ഏട്ടത്തി കലർത്തില്ലടി, അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് നീയൊക്കെ എന്തൊക്കെ പറഞ്ഞ് എൻ്റെ ഏട്ടത്തിയെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞങ്ങളത് വിശ്വസിക്കത്തുമില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോയി. അനി പോയി കഴിഞ്ഞതും നമ്മുടെ അനാമിക, ആര് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ലല്ലോ, വല്ലാത്തൊരു കഷ്ടം തന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അഭിയാണ്. അഭി നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക. നീ എന്താ അഭി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കണേ? ഒന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ അഭി ചോദിക്കുക, എന്താ നവ്യെ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? ഞാൻ എന്ത് പറയാനാ?
ആരാ ഇത് ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മനഃപൂർവ്വം മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നതാ. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആ പാലിൽ വിഷം കലർത്തി വെച്ച് നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനാ നയന നോക്കിയത്. എന്തൊക്കെയാ അഭി നീ പറയുന്നേ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ അനിയത്തി. എൻ്റെ ജീവിതം നന്നായിട്ട് കാണണമെന്നാ അവളുടെ ആഗ്രഹം. അങ്ങനെയുള്ളപ്പോൾ അവൾ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കില്ല. കുഞ്ഞിനെ മാത്രമല്ല എന്നെയും. എനിക്കും കുഞ്ഞിന് ആപത്ത് സംഭവിക്കുന്ന ഒന്നും അവൾ ചെയ്യില്ല. നിനക്കറിയോ, എനിക്ക് ഷുഗർ കൂടും, പ്രഷർ കൂടും എന്നൊക്കെ ഓർത്തുകൊണ്ട് എല്ലാം നോർമലായിട്ടേ. എനിക്ക് സംശയം മുഴുവനും നിന്റെ അനിയത്തിയാണ് എന്നൊക്കെ പറയണേ. വേണ്ട അബേ, അങ്ങനെയൊന്നും നീ അവളെ കുറ്റപ്പെടുത്തണ്ട. അവൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവൾക്ക് അത് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നീ കൂടുതലായിട്ട് അവളെ പറയണ്ട. എനിക്കിതൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് സഹിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ വെറുതെ വിടില്ലായിരുന്നു നവ്യേ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ സംശയിക്കില്ല. അവൾക്ക് അറിയാം എൻ്റെ ജീവിതം നന്നായിട്ട് പോകണമെന്ന്. അതുകൊണ്ട് അവൾ അങ്ങനെയൊന്നും ചെയ്യത്തുമില്ല എന്നൊക്കെ പറയണം. പിന്നെ നിനക്കൊരു കാര്യം അറിയാലോ, ആദർശേട്ടനും നയനയും ഹണിമൂൺ ട്രിപ്പ് പോകാനിരുന്നതാ. ആ സമയത്ത് അവർ മാലയിട്ട് ശബരിമലയ്ക്ക് പോവാൻ ആദർശേട്ടനോട് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഇത് അയ്യപ്പസ്വാമി കൊടുത്ത ശിക്ഷയാണെങ്കിലോ? പിന്നെ വീട്ടിലിരുന്ന പാലില് അയ്യപ്പസ്വാമി ഒന്ന് വിഷം കലർത്തുമല്ലേ? അയ്യപ്പസ്വാമി ഒന്ന് വിഷം കലർത്തിയതല്ല, അത് എനിക്ക് വെച്ച കുറിയ. എന്നാൽ അത് ഏറ്റെടുത്തതോ നിന്റെ അമ്മായി. അതിൻ്റെ അർത്ഥം എന്താ? അത് ശിക്ഷ തന്നെയാണ് അഭി എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നീ നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു കൂട്ടുക എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ ദേഷ്യത്തിൽ പോവുക. അപ്പോഴേക്കും കനകയുടെ ഫോൺ കോൾ വരിക. കനക വിളിച്ചതും നമ്മുടെ നവ്യ, അമ്മേ മോളെ, ഞാനും അച്ഛനും ഇന്നലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി സന്തോഷത്തോടെ. കാരണം എന്താണെന്നറിയാമോ, നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നില്ലേ? ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടല്ലേ വീട്ടിൽ വരുന്നേ? അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി മോളെ. അതുകൊണ്ടാണ് സമാധാനത്തോടെ കിടന്നുറങ്ങിയത്. 2 പെൺമക്കളുടെയും ജീവിതം സന്തോഷകരമായി എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട്, മനസ്സിന് സമാധാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക, മോളെന്തോന്നും മിണ്ടാത്തെ? ഒന്നുമില്ലമ്മേ. അല്ല നയന എവിടെ? നയന അപ്പുറത്തുണ്ടമ്മേ. അല്ല മോളെ, എന്താ പറ്റിയേ? നിന്റെ ശബ്ദത്തിന് എന്തോ മാറ്റമുണ്ടല്ലോ. ഇല്ലമ്മേ, ഉറങ്ങി എഴുന്നേറ്റോണ്ട ആണോ? എന്നാൽ ശരി മോളെ, സൂക്ഷിക്കണേ. നിന്റെ സ്വഭാവം ഇടക്കിടക്ക് മാറും. ഇപ്പം അഭിയൊന്ന് മാറി വന്നതേ ഉള്ളൂ. ആ സമയത്ത് നീ ഓരോന്ന് പറഞ്ഞ് ആ കൊച്ചിനെ വേദനിപ്പിക്കരുത് കേട്ടോ. കേട്ടല്ലോ? ശരി അമ്മേ എന്നൊക്കെ പറയാണ്. എന്നാൽ ശരി മോളെ, ഞാൻ വെക്കുവാണേ. ശരി അമ്മേ. അപ്പോൾ നവികാകെ സങ്കടമായി. ഈശ്വര, ഈ വീട്ടിലെല്ലാവരും എൻ്റെ നയനയെ കുറ്റപ്പെടുത്തുവാണല്ലോ. എന്തൊരു കഷ്ടമായത്. അവൾ മനസ്സവാച അറിയാത്ത കാര്യത്തിനാണ് അവളെങ്ങനെ എല്ലാവരും വേദനിപ്പിക്കുന്നത്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നാലും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത്, ഇതാരാ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ലല്ലോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ, അച്ഛനും അമ്മയും ഇതൊന്നും കാണുന്നില്ലേ? നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ജലജെ? അത് പിന്നെ ദേ വരുന്നു. അപ്പോൾ അഭിയും നവ്യയും അവിടെ നിന്ന് ഇറങ്ങി വരിക. എന്താടാ അഭി, രണ്ടാളും നോൻപെടുത്തിരിക്കുന്ന കാര്യമൊക്കെ അങ്ങ് മറന്നുപോയോ? നിങ്ങൾ പരസ്പരം ഒട്ടിയൂരുമി നടക്കുവാണോ? അത് കേട്ടതും അത് പിന്നെ മുത്തശ്ശ, നോമ്പെടുത്തിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയെന്നുള്ളത് സത്യ. കാരണം ഇവൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല. ഇപ്പോഴാണ് സ്നേഹിക്കാൻ തുടങ്ങിയത്. അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ മാല ഇട്ടിരിക്കുകയാണെന്ന് പോലും ഞാൻ മറന്നുപോയി മുത്തശ്ശ, സോറി എന്നു. എടാ നവ്യമോള് മറന്നോട്ടെ, കുഴപ്പമില്ല. മാല കഴുത്തെ കിടക്കുന്ന നീ മറന്നത് ആണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് പിന്നെ മുത്തശ്ശ, മല ചവിട്ടുമ്പോൾ നമ്മളാരെയും വേദനിപ്പിക്കരുതല്ലോ മുത്തശ്ശ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ സ്നേഹിച്ചത്. അതുമല്ല, കല്യാണത്തിന് മുമ്പൊന്നും ഇവളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. കല്യാണത്തിന് ശേഷവും അങ്ങനെ തന്നെയായ വല്ലാത്ത സങ്കടമല്ലേ മുത്തശ്ശ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എല്ലാം കേട്ടും കണ്ടും അറിഞ്ഞൊക്കെ വേണം ചെയ്യാൻ. മനസ്സിലായല്ലോ? മനസ്സിലായി മുത്തശ്ശ. ഇനിയെങ്കിലും മാല ഇട്ടിട്ടുണ്ടെന്നുള്ള ബോധം വേണം. ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് 2 പേരും മുകളിലേക്ക് പോവുക. ഈ സമയം ജലജ, ഇവർ മാത്രമല്ല, ആ നയനയെ ആദർശം മുട്ടി ഒരുമി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരൊക്കെ പറഞ്ഞാലും നയനയെ ഞാൻ സംശയിക്കില്ല. ഭക്തിയും ഭയഭക്തിയും ഉള്ള കുട്ടിയാണ് നയനമോള്. അങ്ങനെയുള്ളപ്പോൾ മോൾ ഒരിക്കലും ഇത് ചെയ്യില്ല. ആദർശ് പോയാലും മോൾ അകന്നു മാറി പോകത്തേ ഉള്ളൂ. നീ നിന്റെ മരുമോളുടെ മോൻ്റെ കാര്യം നോക്കിയാൽ മതി. നയനയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. മനസ്സിലായല്ലോ? നീയും ജലജെ ദേവയാനിക്ക് മുകളിലൊന്നും അല്ല. ദേവയാനിയും ഇതുപോലെ ഒരുപാട് അഹങ്കാരങ്ങൾ ഈ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും മുകളിലാണ് നീ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോന്നൊന്നും പറയണ്ട. മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കണതെല്ലാം കേട്ടതും ജലജ വായും അടച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയെയും നവ്യയുമാണ്.
നയനെ വല്ലാത്തൊരു കഷ്ടമാണല്ലോ നയനെ നിന്റെ കാര്യം. നീ എനിക്ക് വേണ്ടി ആ പാല് കാച്ചി വെച്ചത്, പക്ഷെ എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്തതാണെന്നാ അഭി വരെയും പറയുന്നത്. ആ വീട്ടിലെല്ലാവരും ആ കുറ്റം നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. അതിൽ നിന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നീ സൂക്ഷിക്കണം മോളെ. നിന്റെ ചുറ്റും ഒരുപാട് കണ്ണുകളുണ്ട് നിന്നെ തകർക്കാനായിട്ട്. നീ സൂക്ഷിക്കണം. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ആ പാല് കാച്ചി വെച്ചത് ചേച്ചിക്ക് വേണ്ടിയാ. അങ്ങനെയുള്ളപ്പോൾ ചേച്ചി ഒരിക്കലും ഞാൻ ഉപദ്രവിക്കില്ല എന്ന് അവിടെ എല്ലാവർക്കും അറിയാം. ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളൊരു കാര്യം ആലോചിച്ചുകൊണ്ട് തന്നെയാണ് പാല് കാച്ചുമ്പോൾ പോലും മധുരം എല്ലാം കറക്റ്റ് അളവിന് ഞാൻ ഇട്ടുകൊണ്ട് വരുന്നത്. ആ കുഞ്ഞിന് മധുരത്തിൻ്റെ അസുഖങ്ങളോ ഉപ്പിൻ്റെ അസുഖങ്ങളോ മറ്റു രോഗങ്ങളോ ഒന്നും വരാതിരിക്കാൻ എല്ലാം നോക്കിയും കണ്ടോ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യില്ല ചേച്ചി. അതെല്ലാവർക്കും അറിയാം, ചേച്ചിക്കും അറിയാം. പക്ഷേ കുറ്റപ്പെടുത്തുന്നവർ പെടുത്തിക്കോട്ടെ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാലോ, അന്ന് പായസത്തിൽ നമുക്ക് വയറിളകാൻ മരുന്ന് കലക്കി വെച്ചവരല്ലേ അനാമിക അവളുടെ അമ്മയും. അങ്ങനെയുള്ളപ്പോൾ ഇവിടെയും അത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അത് മാറ്റി വെച്ചതിന് ചേച്ചി എന്നോട് ദേഷ്യം തീർക്കാൻ വേണ്ടി വല്ലതും സംഭവിച്ചതാണെങ്കിലോ അതും ശരി തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയൊക്കെ നോക്കുമോ എന്നൊക്കെ ചോദിക്കണം. അതിന് മടിയില്ലാത്ത കൂട്ടങ്ങളാണ് നയനെ അവരൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇതാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. എന്തൊക്കെയായാലും വലിയ അമ്മായിക്ക് ഇങ്ങനെയൊക്കെ വന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചാലും അവരും ചെയ്തത് വലിയൊരു ദ്രോഹമാണ്, പാപമാണ്. നീയും ആദർശേട്ടനും സന്തോഷത്തോടെ ഹണിമൂൺ ട്രിപ്പ് പോകാനിരുന്ന സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ യാത്ര മുടക്കാനായിട്ട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് 41 ദിവസം നോമ്പെടുപ്പിച്ച് ആദർശേട്ടനെ കൊണ്ട് മാല ഇടിപ്പിച്ചതാ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിന്നോട് എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ദൈവങ്ങൾ അവരോട് ക്ഷമിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷെ പൊറുക്കാനും ക്ഷമിക്കാനും കഴിയാത്ത തെറ്റാ ആദർശേട്ടനോടും നിന്നോടും അവർ ചെയ്തത്. അതിൻ്റെയൊക്കെ പാപ അവരിപ്പോൾ അനുഭവിക്കുന്നത്. വേണ്ട ചേച്ചി, അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരാളെ നമ്മളിങ്ങനെ പറയാൻ പാടില്ല, അത് ശരിയാവില്ല, അത് ഏറ്റവും വലിയ പാപ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടറും ആകെ ടെൻഷനാണ്. ആ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലെ എല്ലാ ബ്ലഡും എടുത്ത് വെളിയിൽ കളഞ്ഞതിന് ശേഷം പുതിയ ബ്ലഡ് കയറ്റണം, എന്നാലേ പേഷ്യൻറ്റിന് ശരിയാവുള്ളൂ. അത് കേട്ടതും ഡോക്ടർ ദേവേനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല എന്നങ്ങ് തീർത്ത് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ വിഷം ശരീരം മുഴുവനും കലർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് ബ്ലഡൊക്കെ പുറത്തേക്കെടുത്ത് കളയണമെന്ന് പറയുന്നത്. ബ്ലഡിലൂടെയാണ് എല്ലായിടത്തും പരകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ ആദർശും ജയനും ഞെട്ടി. ഈശ്വര, എൻ്റെ ദേവയാനി എന്ന് വെച്ചാൽ ആ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. മുത്തശ്ശനും അച്ഛനും അമ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാവരും സ്ഥാനവും ബഹുമാനവും കൊടുക്കുന്നത് ദേവയാനിക്കാണ്. ആ ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിവേരിളകിയതുപോലെയാ എന്നൊക്കെ പറയണം. സാർ, ഞാനൊരു കാര്യം പറയാലോ. വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ആ വീട്ടിൽ അത് കലർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇനി അറിഞ്ഞും വിശ്വസിച്ചും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം അവിടെ ഭക്ഷണം കഴിക്കുന്നതും എന്ത് ചെയ്യുന്നതും. എല്ലാം ഒന്ന് നോക്കിയും കണ്ട് നടന്നാൽ അത്രയ്ക്ക് നല്ലത് എന്നൊക്കെ പറയണം. അത് കേട്ടതും ആദർശാകെ പേടിച്ചു. ഡോക്ടറെ, എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമോ ഡോക്ടറെ? ഞാൻ പറഞ്ഞല്ലോ ആദർശ്, ആകെ മൊത്തത്തിൽ ശരീരം മുഴുവനും ആ വിഷം പടർന്നിരിക്കുക. ആളെ കൊല്ലുന്ന വിഷമാണ് കൊടുത്തത്. പക്ഷേ മരിക്കാതിരിക്കാൻ ഡോസ് കുറച്ചൊഴിച്ചു. എന്നാൽ മരിക്കുന്നതിന് തുല്യമായിട്ടാണ് ആ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടാവുന്ന വേദന. അതാണ് സാറിൻ്റെ വൈഫ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. സാർ, ഇവിടെ കൃത്യസമയത്ത് കൊണ്ടുവന്നുകൊണ്ട് സാറിൻ്റെ വൈഫ് രക്ഷപ്പെട്ടെ. ഇല്ലായിരുന്നെങ്കിൽ സാറിൻ്റെ വൈഫിന് രക്ഷപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അതൊക്കെ കേട്ടതും ജയനാകെ ഞെട്ടി. ജയൻ്റെ കണ്ണ് നിറഞ്ഞു. ഈശ്വര, എൻ്റെ ദേവേനിക്ക് ഒന്നും സംഭവിക്കരുത്. അപ്പോൾ ആദർശ്, ഡോക്ടറെ, ബ്ലഡ് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളെങ്കിൽ ബ്ലഡ് മാറ്റാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. എത്ര ലക്ഷം മുടങ്ങിയാലും കുഴപ്പമില്ല, എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത്. അത് കേട്ടതും നമ്മുടെ ഡോക്ടർ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഞങ്ങൾക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. പിന്നെ ഇപ്പം 41 ദിവസം നോൻപൊക്കെ എടുത്ത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ. അയ്യപ്പസ്വാമി നിങ്ങളെ അനുഗ്രഹിക്കും, അതുറപ്പാ. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സ്നേഹവും അയ്യപ്പസ്വാമിക്ക് അറിയാമല്ലോ. അയ്യപ്പസ്വാമി വിചാരിച്ച് നിങ്ങളുടെ അമ്മയെ ഉറപ്പായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ബ്ലഡുകളൊക്കെ മാറ്റി തിരിച്ച് ബ്ലഡുകളൊക്കെ വേറെ കയറ്റി അതിനുശേഷം ദേവയാനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഞങ്ങളാൽ കഴിയുന്നത് മുഴുവനും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. വിധിയാണല്ലോ എല്ലാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. അപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം, അപ്പോൾ നമ്മുടെ ജയനെ ചോദിക്കുക, എൻ്റെ ഭാര്യയുടെ കാര്യം ഡോക്ടറെ. എന്തൊക്കെയായാലും
നമ്മളാൽ കഴിയുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ബ്ലഡ് കയറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനി അതിനപ്പുറം എന്ത് സംഭവിച്ചാലും അത് വിധിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഇത് കേട്ടതും ആദർശും ജയനും ഞെട്ടി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.